الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وما أمروا إلا ليعبدوا الله مخلصين له الدين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടത് ഇന്ന് ആഘോഷത്തിന്റെ ഇരട്ടി മധുരമാണ് എന്ന്. മുസ്ലിങ്ങളുടെ നബിദിനാഘോഷവും ഹിന്ദുക്കളുടെ ഓണാഘോഷം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യം ആഘോഷമായി മാറണമെങ്കിൽ അതൊരു ചര്യയായി മാറണമെങ്കിൽ അതൊരു ശരീഅത്തായി മാറണമെങ്കിൽ അതിന് ചില നിയമങ്ങളും സംവിധാനങ്ങളുമൊക്കെയുണ്ട്. തോന്നിയവർക്ക് തോന്നിയ പോലെ ഉണ്ടാക്കാവുന്നതല്ല ഇസ്ലാമിലെ ആഘോഷങ്ങളും ഇബാദത്തുകളുമൊക്കെ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നത് കേവലം ഒരു ആഘോഷം എന്ന നിലക്കല്ല, മറിച്ച് അതൊരു ഇബാദത്താണ്, സുന്നത്താണ്, പടച്ചതമ്പുരാന്റെ അടുത്ത് വലിയ കൂലിയുള്ള കാര്യമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൊരു കാര്യം സുന്നത്തോ നിർബന്ധോ ഒക്കെ ആവണമെങ്കിൽ അത് കൃത്യമായി ശരീഅത്തിന്റെ ഉറവിടങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കണം. ശരീഅത്ത് അങ്ങനെ ആരെങ്കിലും കൂട്ടിപ്പടച്ചുണ്ടാക്കിയതല്ല. അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അത് എന്തു ചെയ്യണം, എങ്ങനെ വേണം എന്നതും ശരീഅത്താണ്. നിസ്കാരം നമുക്കറിയാം, എങ്ങനെ നിസ്കരിക്കണം എന്നതും ശരീഅത്താണ്. എങ്ങനെ നിസ്കരിക്കണം അത് ശരീഅത്തിന്റെ നിയമമാണ്. അതിന്റെ നിയമമുണ്ട്. ഓരോരുത്തർക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാൽ നിസ്കാരാവില്ല. എല്ലതും അങ്ങനെ തന്നെയാണ്. ഹജ്ജ്, അതിന് ചില നിബന്ധനകളും ചിട്ടകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ നബിദിനം എന്നൊരു പരിപാടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലാണ്. ആർക്കും അറിയില്ല അതിനെപ്പറ്റി. എന്തും വലുതാണ് എന്നതുപോലെ ഇതും വലുതാണ്. പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ സ്വീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ഉസ്താദന്മാര് പിന്നെ കൂടിയിട്ട് ഇത് ചെയ്യണം, അത് ചെയ്താലേ ഇസ്ലാം പൂർണ്ണമാകുള്ളൂ, അല്ലെങ്കിൽ നബിയോട് സ്നേഹം ഉണ്ടാകൂല, ഇതൊക്കെ ദീനിയായ മര്യാദയാണ്, കൂലിയുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കപ്പെടുമ്പോഴുമാണ് പ്രശ്നം. ആലോചിക്കൂ, നബിദിനം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12, ഇന്നത്തെ ദിവസം.
ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതിന് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, പള്ളിയിൽ നേരത്തെ വരണം, നല്ല വസ്ത്രം ധരിക്കണം, ഖുതുബ നിർവഹിക്കപ്പെടണം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടോ? നമുക്കറിയാം, ശരീഅത്തിന്റെ ഉറവിടം ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്, പ്രധാനപ്പെട്ട 4 ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാല് ഇതിലൊന്നും എവിടെയും ഒന്നും കാണുന്നില്ല. ഈ 4 ഒന്നിലില്ലാത്ത ഒരു ഇബാദത്തായി വരില്ല എന്നത് എല്ലാ ഉസ്താദുമാർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ചില നാട്ടുനടപ്പുകളൊക്കെ ഉണ്ട്. ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? നാട്ടുനടപ്പുണ്ട്. ഒരു കല്യാണം ഉണ്ടാവുമ്പോൾ 4 ആൾ കൂടി അത് നിശ്ചയിക്കുക. അതൊന്നും പടച്ചോണ്ടിരുന്ന് കൂടിയിട്ടെന്ന് വിചാരിച്ചിട്ടല്ല. ഒരു കാര്യം ഉണ്ടെങ്കിൽ 4 ആൾ കൂടി അത് തീരുമാനിക്കുക, മീറ്റിംഗ് കൂടുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നാട്ടുനടപ്പ്. ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഒരു 10 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, എന്താ ചെയ്യേണ്ടത്, അതൊന്നും വിഷയമല്ല. അതൊക്കെ കൂലി കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല, നാട്ടുനടപ്പാണ്. പക്ഷെ പടച്ച തമ്പുരാന്റെ അടുത്തുനിന്ന് കൂലി കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ഞാനിവിടേക്ക് പറഞ്ഞിട്ടുണ്ട് ബിദ്അത്തിനെ പറ്റി. അത് ബിദ്അത്തായി മാറും. അതിനാലോചിച്ചു, ഖുർആൻ മുഴുവെടുത്ത് പരിശോധിച്ചാൽ റബീഉൽ അവ്വൽ 12 പ്രാധാന്യമില്ല. റബീഉൽ അവ്വലിന് തന്നെ പ്രാധാന്യമില്ല. റബീഉൽ അവ്വൽ എന്നുള്ള പേര് ഖുർആനിലില്ല. ഖുർആനിലാകെ വന്നത് റമദാൻ മാസത്തിന്റെ പേരാണ്. പിന്നെ പവിത്രമായ 4 മാസങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതും പേര് പറഞ്ഞിട്ടില്ല, 4 മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അർബഅത്തുൽ ഹുറൂം. അത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. അതിലും റബീഉൽ അവ്വൽ ഇല്ല. പിന്നെ ഒരു ജനനത്തെ പറ്റി മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. സലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. ജനിച്ച ദിവസം ഈസാ നബിക്ക് സമാധാനമുണ്ടാവട്ടെ. വസ്സലാമു അലയ്യ, ഈസാ നബി പറഞ്ഞിട്ടുണ്ട്, വസ്സലാമു അലയ്യ യൗമ ഉലിദു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഈ 2 പ്രയോഗം മാത്രമേ ഖുർആനിലുള്ളൂ. ജനിച്ചന്ന് സമാധാനമുണ്ടാവട്ടെ. അത് ആഘോഷിച്ചിട്ടില്ല. അത് ആഘോഷിച്ചവരാണ് ക്രിസ്ത്യാനികൾ, അഹ്ലു കിതാബ്. അവരാണ് ഈ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. അങ്ങനത്തെ കൂട്ടരെ കൂടെ കൂട്ടരുതേ എന്നാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. ഓരോ വഖത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹയിൽ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നല്ല നിലക്ക് നടത്തണം എന്നാണ്. നല്ല നില എന്ന് പറഞ്ഞാൽ ഏതാ? നല്ല വഴി എന്ന് പറഞ്ഞാൽ ഏതാ? അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച വഴിയാണ്, നല്ല മാർഗമാണ്. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നബി ഒരിക്കൽ ഒരു വരങ്ങനെ വരച്ചു, നിങ്ങൾ നേരെ പോയിക്കോളി, നേരെ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോയാൽ അത് നല്ല വഴിക്കെത്തും. വലാ തത്തബിഉ സുബുല, കുറെ വര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു, അതിലൊന്നും നിങ്ങൾ പോകരുത്. അങ്ങനെ പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അത് റബ്ബിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ ഭിന്നിപ്പിക്കും. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേന്ന്. പിന്നുള്ള മാർഗങ്ങളിലൊന്നും ചേർക്കാൻ പാടില്ല. അതേതാ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് അനുഗ്രഹീതരുടെ മാർഗമാണ്. ഏത് മാർഗം? സിറാത്തുൽ മുസ്തഖീം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, മഗ്ദൂബ് അലൈഹിയുടെ മാർഗത്തിൽ ചേർക്കരുതേന്ന്. അത് പിന്നെ ജൂതന്മാരാണ്. വലദ്ദാലീൻ, പഴച്ചു പോയവരുടെ മാർഗത്തിലും ചേർക്കരുതേന്ന്. പഴച്ചു പോയവര് ക്രിസ്ത്യാനികളാണ്. അപ്പൊ 5 നേരവും നമ്മൾ പ്രാർത്ഥിക്കണത് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം, യഥാർത്ഥ മാർഗത്തിൽ സഞ്ചരിപ്പിക്കണം. ജൂതന്മാരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കല്ലേ, ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. എന്താ ക്രിസ്ത്യാനികൾ പേക്കാൻ കാരണം? യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ഖുർആനിൽ വേറെ എവിടെ ഇല്ല. ഇനി സുന്നത്താണ്, ഹദീസ്. ഹദീസിൽ എവിടെയില്ല.
ഒരു തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് വിശദീകരിക്കാം. അത് തിങ്കളാഴ്ച എന്ന കൊല്ലത്തിലുള്ള 53 56 തിങ്കളാഴ്ച ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും നബിദിനാണ്. അതിന് പറഞ്ഞത് ആഘോഷിക്കാനല്ല, നോമ്പ് നോൽക്കാനാണ്, സുന്നത്ത് അതിജീവിപ്പിക്കാനാണ്. വേറെ റസൂലുള്ളാഹിന്റെ കാലത്തൊരു ഹദീസിലോ ഒന്നും നിങ്ങൾ ഞാൻ ജനിച്ച ദിവസം എന്തെങ്കിലും ചെയ്യണം, ഒരു പ്രത്യേക ആടിനറക്കണമെന്നോ കോയിനറക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ആരോട്ട് ചെയ്തിട്ടില്ല. എത്രയോ കാലം നിബിധങ്ങൾ ജീവിച്ചു. സഹാബികൾ അതിന്റെ ശേഷം ഖുലഫാഉർ റാഷിദിന്റെ കാലെടുത്ത് പരിശോധിച്ചാൽ അതിലൊന്നുമില്ല. ഖുലഫാഉർ റാഷിദുകൾ എത്രയോ കാലം ഭരണം നടത്തി. ഒരാളുടെ ഭരണകാലഘട്ടത്തിലും റബീഉൽ അവ്വൽ 12 വരുമ്പോ പള്ളിക്കൊക്കെ ഇങ്ങനെ ലേറ്റിടെ. ഇപ്പോ ശരിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്ക് പള്ളിപ്പെരുന്നാള് പോലെയാണ് നമ്മുടെ നബിദിനം ആഘോഷിക്കുന്നത്. പള്ളിപ്പെരുന്നാളിന്റെ സീസണിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ എന്തൊക്കെയാണോ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കണ്ടത് എങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെ ഇന്നലെയും ഇന്നും നാളെയൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ കാണുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാളുകളാണ്. ലൈറ്റ് ഇട്ട് അലങ്കരിച്ച് DJ പാർട്ടി അതൊക്കെ പുരോഗമിച്ച് വേറൊരു തരം ദഫ്, സദുർസ്താദിന്റെ വക കെയർ ഓഫിൽ വേറൊരു ദഫ് പാർട്ടി. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പറഞ്ഞതുപോലെ ഒരു സദുർസ്താദിനൊക്കെ അളക്കുന്നത് റബീഉൽ അവ്വൽ 12 കഴിയുമ്പോഴാണ്. അവനെ പിരിച്ചുവിടണോ നിലനിർത്തണോ എന്ന് തീരുമാനിക്കണം. അതുകൊണ്ട് തോന്നിയ പോലൊക്കെ ചെയ്യാൻ ഉസ്താദന്മാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണക്കാര്, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്, കുടുംബക്കാരൊക്കെ വിചാരിക്കണത് ഇത് വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഉസ്താദിന് പോകില്ലോ എന്നുള്ളതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പള്ളിക്ക് ഒരു വിളക്കെത്തിക്ക്, എന്തെങ്കിലും ഒന്ന് ഖുലഫാഉർ റാഷിദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിൽക്കാലത്തതിന് ശേഷം ഉമവി ഭരണകൂടം, മുആവിയ അന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാലഘട്ടം ഉമവിയ ഭരണകൂടം അവിടെ ഉണ്ടായിട്ടില്ല. ചരിത്രമൊക്കെ നമുക്കൊക്കെ കിട്ടുമല്ലോ, നിങ്ങൾ പരിശോധിച്ച് നോക്കാം. അബ്ബാസിയ, അത് കഴിഞ്ഞിട്ട് അബ്ബാസിയ കാലഘട്ടം, അവിടെ നിന്നൊക്കെ ഹുസൈൻ അവരുടെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒന്നുമില്ല. അപ്പൊ സുന്നത്തില് എവിടെയും ഇല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നബിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം അങ്ങനെയൊക്കെയാണല്ലോ. നബി ജനിച്ചെന്ന് ആരെങ്കിലും ഒരു കൊടി പിടിച്ച് നടന്നിട്ട് അതിന് നബി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജന്മദിനാണ്, എല്ലാവരും വരി എന്ന് പറഞ്ഞിട്ടൊരു മൗലൂദ് ഓതിയിട്ട് എന്തെങ്കിലും നബി ചെയ്തിട്ടുണ്ടോ? അതൊന്നുമില്ല. ചരിത്രം ഒക്കെ വ്യക്തമാണ്, ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എവിടെ പരിശോധിച്ചാലും ഇല്ല എന്നുള്ളതാണ്. ഇനി പിന്നൊന്നുള്ളത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക് ഇമാമുകൾ. അവര് നമ്മുടെ വഴികാട്ടികളാണ്. ഫിഖ്, കർമ്മശാസ്ത്രം രൂപപ്പെടുന്നത് ഈ മദ്ഹബിന്റെ ഇമാമുകളിലൂടെയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അവരൊരുപാട് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച മഹാന്മാരാണ്. ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഇമാമും തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഷാഫി ഇമാം, നമ്മുടെ ഇമാം ഷാഫി ഇമാമാണ്. ഷാഫി മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു കിതാബില് റബീഉൽ അവ്വൽ 12 പ്രത്യേകമായ ഒരു പുണ്യമുണ്ട് എന്നും അത് നമ്മൾ ആഘോഷിക്കണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യവും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പിന്നെ മുടിയളയിച്ചല്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്, ഇതൊക്കെ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ഇല്ലാത്തതൊന്നും അവരും പറഞ്ഞിട്ടില്ല. അതൊന്നുമില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷമുള്ള കാലഘട്ടം വന്നാലോ, നമ്മൾ മദ്രസയെ പഠിക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ മദ്രസയെ പഠിക്കണം എന്നാണ്. എങ്ങനെയാണ് മദ്രസ പഠിക്കുന്നത്? വെള്ളിയാഴ്ച എന്തൊക്കെ ചെയ്യണമെന്ന് മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? രാവിലെ ഒരുങ്ങണം, കുളിക്കണം, പള്ളിയിൽ വരണം, ജുമാസ്കരിക്കണം. പെരുന്നാൾ ആഘോഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെരുന്നാൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് മദ്രസയിലുണ്ട്. ചെറിയ പെരുന്നാൾക്ക് കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, ഈദ്ഗാഹിലേക്ക് പോകണം, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകണം, 2 റക്അത്ത് നിസ്കരിക്കണം. കൈഫിയത്ത് സ്വലാത്തിൽ ഈദ്, പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം,
2 പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം. ആദ്യം 7 തക്ബീർ, പിന്നെ 5 തക്ബീർ, ശേഷം ഫാത്തിഹ. ഒക്കെ കൃത്യം. സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത്, അതിന്റെ വിഹിതം എന്താണ്, ഒക്കെ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒളു എങ്ങനെ എടുക്കേണ്ടത്, എന്നാ ഏതെങ്കിലും മദ്രസ പഠിച്ച കാലത്ത് നിന്നോ അന്നോ അതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഇപ്പോഴും മദ്രസ ഇല്ല. മദ്രസ പഠിപ്പിക്കൽ നബിദിനം എങ്ങനെ ആഘോഷിക്കണം മദ്രസയിലുണ്ടോ? ഒരു പാഠം 15 നബിദിനം. അന്ന് രാവിലെ എല്ലാവരും കൂടി നീച്ചണം, സുബഹിക്ക് പോണം, പള്ളിക്ക്. ഇത് കുറച്ചു മുമ്പ് അതുണ്ടായി, നിങ്ങൾക്കൊക്കെ അറിയാലോ, പകൽ വെളിച്ചം പോലെ അറിയുന്ന കാര്യമാണ്. ഈ നബിദിനം പണ്ടൊക്കെ നടന്നിരുന്നത് രാത്രിയായിരുന്നു, വൈകിട്ടായിരുന്നു. ഇപ്പോ സുബഹിയോടടുത്ത സമയം, റബീഉൽ അവ്വൽ 12, സുബഹിയോടടുത്ത സമയത്താണ് നബി ജനിച്ചത്. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി എന്നറിയോ? സുബഹിക്കാണ് ഇപ്പൊ റബീഉൽ അവ്വൽ നബിദിനം ആഘോഷിക്കുക. അവരാരെ സൗകര്യത്തിൽ നീട്ടിവെക്കും. ഇന്ന് പലയിടത്തും ഇല്ലാന്നാ പറഞ്ഞു. ഞാൻ പല കമ്മിറ്റിക്കാരോടും ചോദിച്ചു. അപ്പൊ ഇന്നില്ല, വെള്ളിയാഴ്ച ഒരു ബുദ്ധിമുട്ടാണ്, ശനിയാഴ്ചക്കാക്കി മാറ്റിച്ചു. അപ്പൊ അന്ന് സാധാരണ വരാത്തവരൊക്കെ പള്ളിയിൽ വരും, ഒരു മൗലൂദ് കഴിച്ചും ഒരു റാത്തീബൊക്കെ കഴിച്ച് അങ്ങനെ, പിന്നെ വൈകുന്നേരത്ത് അങ്ങനെ പരിപാടികൾ. നമ്മളൊന്നും കുട്ടിക്കാലത്തില്ലല്ലോ. പല ജാതി മാറ്റങ്ങളും അതിൽ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള പോലെയല്ല. ചെറുപ്പത്തില് ആണും പെണ്ണും ഒക്കെ പാടെ കൂടി പാട്ടും ബൈത്തൊക്കെ പാടെ ഇന്ന് രാത്രി ഉണ്ടായിരുന്നു. സമ്മാനം കൊടുക്കൽ അത് കുഴപ്പമില്ല. ഒരു മദ്രസന്റെ വാർഷികം എന്നുള്ള കണ്ടത് കുഴപ്പമൊന്നുമില്ല. അതല്ല, ഇത് പുണ്യം കിട്ടുന്നതാണ്. ഇന്ന് റബീഉൽ അവ്വൽ 12 ഒരാൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഓൻ നരകത്ത് പോകുന്നു, ഓൻ വഹാബിയാണെന്നും ഇസ്ലാമെന്ന് പുറത്തു പോയവനാണ് എന്നൊക്കെ പറയുമ്പോഴാ പ്രശ്നം. നബിയോട് സ്നേഹമില്ലാത്തവനാണ്, നബി സാധാരണ മനുഷ്യനാന്ന് അങ്ങനെ നബിനെ സ്നേഹിക്കാത്തോ ഇസ്ലാം ഒന്ന് പുറത്തല്ലേ കൂട്ടരെ? നബിയോട് സ്നേഹമില്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താണ്. നബി സാധാരണ നമ്മളെപ്പോലെ മനുഷ്യനാന്ന് വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാം ഒന്ന് പുറത്താണ്. അത് അഖീദക്ക് അങ്ങനെയാണ്, അങ്ങനെ വിശ്വസിക്കാൻ തന്നെ പാടില്ല. അപ്പൊ ഈ പറഞ്ഞവർക്കൊന്നും നബിയോട് സ്നേഹം ഉണ്ടായിട്ടില്ലേ? ഈ 3-4 കാലഘട്ടം ഒരുപാട് തലമുറ കഴിഞ്ഞു പോയി. അവരൊന്നും ഇപ്പൊ ഈ നബിദിനം ആഘോഷിക്കാത്തതിന്റെ പേര്. അപ്പൊ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണില്ല. എന്തൊക്കെ ചെയ്യേണ്ടത്? അന്ന് രാവിലെ എല്ലാവരും നീക്കണം, എല്ലാവരും മദ്രസ പോകണം, യാ നബി ചൊല്ലിയിട്ട് റോട്ടിൽ കൂടെ നടക്കണം, ഉച്ചവരെ നടക്കുക. ഉച്ചന്റെ ശേഷം എല്ലാവരും അന്ന് അവർക്ക് തരിക്കഞ്ഞി കൊടുക്കൽ സുന്നത്താണ്, അല്ലെങ്കിൽ പായസം കൊടുക്കൽ സുന്നത്താണ്. കഴിയുന്നപോലെ അന്നൊരു ആട്ടുംകുട്ടിനെ അല്ലെങ്കിൽ പിന്നെ എന്തിനെ പോത്തിനെ അറക്കണം. ഇതൊന്നുമില്ല ഒരു ഉലഹിയത്ത്. പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കൊല്ലം വരുമോ നമുക്കറിയില്ല. ഇതുവരെ വന്നിട്ടില്ല ഒരൊറ്റ പാഠപുസ്തകത്തിലും, മദ്രസ പാഠപുസ്തകത്തിലും റബീഉൽ അവ്വലിന് എന്തു ചെയ്യണം എന്നത് വന്നിട്ടില്ല. പോട്ടെ, ഈ നബാത്തി ഖുത്ബാന്റെ സാധനം നമ്മുടെ പള്ളികളിലൊക്കെ, സുന്നി പള്ളികളിലൊക്കെ അതാണ് ഓതുക. ഖുത്ബ അങ്ങനെ ഇല്ല, നബി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഇവിടെ പറഞ്ഞതാണ്. സാന്ദർഭികമായിട്ട് പള്ളിയിൽ വരുന്നവർക്ക് 10-15 മിനിറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് മിക്കവാറും നബിതങ്ങൾ ഖുർആന്റെ ഒരു ആയത്തോതും അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ ജാഹിലിയ മനുഷ്യന്മാരെ മാറ്റിയത്. ഇന്നിപ്പോ എന്താ, ജാഹിലിയങ്ങൾ കൂടുതൽ ജാഹിലിയങ്ങളായി മാറുകയാണ്. ഒരക്ഷരം വിവരമില്ലാതെ. പള്ളിയൊക്കെ വളരെ ഉഷാറാണ്. പള്ളിയൊക്കെ നല്ല അടിപൊളി പള്ളിയായിട്ട് വരാം. ഖബർസ്ഥാൻ പോലും പുല്ലൊക്കെ വിരിച്ചിട്ടുള്ള പള്ളികളാണ് നമ്മളൊക്കെ നാട്ടിലെ ചുറ്റുഭാഗത്തൊക്കെ കാണും. അതുകൊണ്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും കിട്ടണ്ടേ? ജനങ്ങളെ പഠിപ്പിക്കാൻ നബിതങ്ങൾ ഉപയോഗിച്ചിരുന്നത് പള്ളി മിമ്പറായിരുന്നു. അപ്പൊ നബാത്തി ഖുത്ബ, നബിന്റെ ഖുത്ബ ഉണ്ടോ? അതല്ലേ ഓതണ്ടേ? അതില്ല. നബിന്റെ ഖുത്ബ എവിടെയും റെക്കോർഡാക്കിയിട്ടില്ല. കാരണം നബി ഖുത്ബ റെക്കോർഡാക്കാനല്ല പറഞ്ഞത്, എന്തെങ്കിലും സാന്ദർഭികമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞ ജനങ്ങൾക്ക്. അപ്പൊ നബാത്തി ഖുത്ബയാണ് ഓതുക. ഇബ്നു നുബാത്ത അൽ മിസ്രി എന്ന് പറയുന്ന കവിയാണ്, സാഹിത്യകാരനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഓതിയ ഖുത്ബ സാഹിത്യ സമ്പുഷ്ടമാണ്. അറബി ഭാഷയിൽ ഡോക്ടറേറ്റ് കിട്ടിയവന് പോലും നിങ്ങൾ അതാണ് കൊടുത്താൽ അവനെ വായിച്ച അർത്ഥം പറയാൻ കഴിയില്ല. എന്നിട്ടാ നമ്മുടെ മല്ലാക്കന്മാരത് ഓതല്ലേ. കടുകട്ടി സാഹിത്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. കോട്ടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് അറബി വന്നിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ എവിടെ ജുമഅക്ക് കൂടിയെന്ന് വെച്ചു. തൊട്ടടുത്ത പള്ളി കാണിച്ചു. ഖുത്ബ അറബിയായിരുന്നു. അറബിയായിരുന്നു. എന്തേലും മനസ്സിലായോ? അല്ലാഹി മാഫി മാലും മാ ഫഹിം ഷൈ. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളാണ്. വിവരമുള്ള, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന വിവരമുള്ള ഒരു അറബിക്ക് പോലും മനസ്സിലാവാത്ത സാഹിത്യമാണ് ഈ മനുഷ്യന്മാരോട്, കാരണന്മാരോട് പള്ളിയിൽ ഓതി കൊടുക്കുന്നത്. അതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ട്.
വെള്ളിയാഴ്ചത്തെ രണ്ടാമത്തെ ആഴ്ചത്തെ ഖുത്ബ അങ്ങോട്ട് പരിശോധിച്ചാൽ ഇവിടെ കിട്ടും. ഈ ബുക്ക് സ്റ്റാളിൽ പോയ ആ ഖുത്ബ വാങ്ങാൻ കിട്ടും. 10-25 ഉറുപ്പിക കൊടുത്താൽ മതി. അതിന്റെ പരിഭാഷയും കിട്ടും. നിങ്ങളൊന്ന് എടുത്തു നോക്കി. വെള്ളിയാഴ്ചത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ ഖുത്ബ അതിലുണ്ട് വഫീ ഗദിൻ യജ്തമിഉ ഇഖ്വാനുകും ബിഅറഫ. നാളെ നിങ്ങളുടെ സഹോദരന്മാർ അറഫയിൽ ഒരുമിച്ച് കൂടും. അതാണ് അന്നത്തെ കാലത്ത് ഖുത്ബ സാന്ദർഭികമായിരുന്നു. അദ്ദേഹം പോലും നടത്തിയ ഖുത്ബ സാന്ദർഭികൻ. നാളെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറഫയിൽ നിൽക്കാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അറഫ വന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ദുൽഹജ്ജ് 1 വന്നത്. അപ്പൊ വെള്ളിയോട് വെള്ളി 8, രണ്ടാമത്തെ വെള്ളിയാഴ്ച. ശനി എന്ത് ചെയ്യും? അറഫയിൽ നിൽക്കും. ഇതിപ്പോഴും ഓതും. ഞാൻ പള്ളി ദർസിൽ ഓതുന്ന കാലത്ത് ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ദുൽഹജ്ജ് 1 ശനിയാഴ്ച വന്നാൽ ഹജ്ജ് കഴിഞ്ഞോ നിങ്ങളെ മുമ്പിലുണ്ടാവൂലേ കാലഘട്ടത്തിൽ ചോദിച്ചപ്പോ മുമ്പ് പതിക്കാറ് മാറ്റി വെച്ചിരിക്കണം, അത് വെട്ടിവെച്ചിട്ട് വരട്ടിച്ചിരിക്കണം. അതിപ്പോ ഓതലില്ല. പല പള്ളികളിലും അങ്ങനെയാണ്. അതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ അത് ഓതല് മാറ്റി. അപ്പൊ നാളെ ദുൽഹജ്ജ് 1 ശനിയാണെങ്കിൽ ഹജ്ജ് കഴിഞ്ഞോ മുന്നിലുണ്ടാവും. അപ്പോഴും ഓതും. ഇപ്പോഴും നിങ്ങൾ ചില പള്ളികളിൽ പോയി പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയില്ല, വിവരമുള്ളവർക്കൊക്കെ അറിയും. ഒരു നാളെ നിങ്ങൾ, ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തെ ഖുത്ബ സാന്ദർഭികൻ എന്നങ്ങൾ ഇന്ന് തന്നെ ഇതൊക്കെ കുറച്ച് നമ്മൾ മെനക്കെടണം. അപ്പോഴേ നടക്കുള്ളൂ. വെള്ളിയാഴ്ച നബാത്തി ഖുത്ബ വാങ്ങാല് പള്ളിക്ക് പോയിട്ട് ഒന്ന് എടുത്തു വെക്കുക. ഈ നബാത്തി ഖുത്ബയില് 4 ആഴ്ച റബീഉൽ അവ്വലിലെ 4 ആഴ്ചത്തെ ഖുത്ബയിലും റബീഉൽ അവ്വലിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞത് നബിയുടെ വഫാത്തിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഖുത്ബ നിങ്ങൾ മരണം പ്രതീക്ഷിച്ചിരിക്കണം, നബി മരിച്ചു. രണ്ടാമത്തേലും അതന്നെ, മൂന്നാമത്തേലും അതന്നെ, നാലാമത്തേലും അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രസംഗം. ഈ 4 ആഴ്ച റബീഉൽ അവ്വൽ 12 നിങ്ങളൊക്കെ നബിദിനം ആഘോഷിക്കണം. അന്ന് റോട്ടിൽ കൂടെ നടക്കണം, വഴി ബ്ലോക്കാക്കണം. അന്ന് നിങ്ങൾ മൗലൂദ് ഓതണം. ഒരു സൂചനയില്ല. കാരണം ഈജിപ്തിലൊക്കെ ഖുറാഫാത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ അങ്ങേ അറ്റമാണ്. നഫീസത്ത് ബീവി അവിടെയാണുള്ളത്. ഒരുപാട് ആളുകളുണ്ട് ഈജിപ്തില്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്കാളും ഷിയാക്കള് അന്ധവിശ്വാസം പ്രചരിപ്പിച്ച നാടാണ്. അവരെ മഖബറ, ദർഗ എല്ലാം അവിടെ ഉണ്ട് ഈജിപ്തിൽ. പക്ഷെ അവിടുത്തെ ആള് പോലും, ഇബ്നു നുബാത്ത മിസ്രി പോലും ഒരു എന്തെങ്കിലും ഒരു സൂചന ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ. പക്ഷെ നബി മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന് പറയാൻ ഒരു തെളിവില്ല. തിങ്കളാഴ്ചയാണ്. അത് ഹദീസിൽ മനസ്സിലായത്. അന്ന് ഞാൻ ജനിച്ചു എന്ന് നബി പറഞ്ഞതാണ്. റബീഉൽ അവ്വൽ 12-നാണ് നബിദിനം എന്ന് പറയാൻ എന്താ തെളിവ്? ഒരു തെളിവില്ല. ഈ ബടായി തന്നെ ഉള്ളൂ. റബീഉൽ അവ്വൽ 12-ന് നബി മരിച്ചു എന്നുറപ്പാണ്. പല അഭിപ്രായങ്ങൾ. റബീഉൽ അവ്വൽ 8-ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വേറെ മാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഒരുപാട് 5-6 അഭിപ്രായങ്ങൾ നബിയുടെ ദിനത്തെപ്പറ്റി പറഞ്ഞു, നബിയുടെ ജന്മദിനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം ജന്മദിനം ആരും മൈൻഡ് ചെയ്യലില്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴൊക്കെ ചില ആൾക്കാർ ബർത്ത്ഡേക്ക് ആഘോഷിക്കും. കൂട്ടരെ, അതൊന്നും ഇസ്ലാമികമല്ല. അതൊക്കെ ഞാൻ പറഞ്ഞ മറ്റേ ബർത്ത്ഡേ ആഘോഷിച്ച ആൾക്കാരാണ്. ഓലൊക്കെ വിശ്വാസം എന്താ? തകാദു സമാവാതു യതഫത്തർന വതൻഷഖുൽ ജിബാൽ വതൻഷഖുൽ അർദ് വതഖിറുൽ ജിബാലു ഖർറാ. ആകാശം പൊട്ടിപ്പിളരും, ഭൂമി താഴ്ന്നു പോകും, ഭൂമി കുലുക്കുണ്ടാകും. അവിടെ മേഘവിസ്ഫോടനം ഉണ്ടാകും, ഭൂമി കുലുക്കമുണ്ടാകും, പർവ്വതങ്ങൾ തകർന്നു വീഴും. റഹ്മാനായ റബ്ബിനൊരു കുഞ്ഞു പിറന്നു എന്ന ആ വിശ്വാസം അവരുടെ വാക്ക് കേട്ടാൽ വളരെ ഗൗരവമാണ്. ദൈവത്തിന് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ ആകാശം പൊട്ടിപ്പിളരും, ഭൂമി പിളരും, പർവ്വതങ്ങൾ തകരും എന്ന് പറഞ്ഞ, അള്ളാഹ്ക്ക് കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ജന്മദിനമാണ് അവര് പുണ്യമായി ആഘോഷിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ. നമ്മുടെ കുട്ടികളെ പിന്നെ എങ്ങനെ പറ്റ നേരെ വളരുക? നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഇത് വിശ്വാസം വെച്ചിട്ടാണ്. അതിന്റെ ഭാഗമാണ് പറഞ്ഞു വരുന്നത്.
ശക്തമായിട്ട് ഖുർആനും ഹദീസും വിമർശിച്ചതാണ്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നുള്ള വാദം മുതൽ തുടങ്ങിയിട്ട് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല. അതിന്ന് പോരുന്ന ചില ആചാരങ്ങളാണ്. ആലോചിച്ച് അപ്പൊ എവിടെയില്ല, നബി ജനിച്ചത് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇബ്നു ബാത്ത മിസ്രി ആ ഖുതുബകളിലൊക്കെ 1, 2, 3, 4 ഒക്കെ ഖുതുബകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയിട്ട് നിങ്ങൾ മരണം ചിന്തിക്കണില്ല, നിങ്ങൾക്ക് മരിച്ചു പോണ്ടേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചി നോക്കുമെന്ന് പറഞ്ഞു. ഇനി നോക്കി തഴവാ മൗലവി പറഞ്ഞത് ഞാൻ പറയാറുണ്ട്. തഴവാ മുഹമ്മദ് കുഞ്ഞു മൗലവി കിട്ടിയതൊക്കെ പാട്ടാക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് 4 വോള്യങ്ങളോളം ഒരു പുസ്തകമുണ്ട്, അൽ മവാഹിബുൽ ജലിയ എന്നാണ് അതിന്റെ പേര്. മവാഹിബുൽ ജലിയ അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്, മൗഹിബത്ത്, ഒരു കഴിവാണ്, നൈസർഗിക കഴിവാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. നമ്മളാരുമല്ല, വഹാബികളൊന്നുമല്ല, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അത് പറഞ്ഞത് ശരിയാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300. അപ്പൊ ആദ്യമൊന്നും ഇല്ലാന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എന്റേതാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂൻ, പിന്നെ അതിന്റെ അടുത്തത് പിന്നെ എന്റെ അടുത്തത്. അപ്പൊ 100 ഖർൻ എന്ന് പറഞ്ഞാൽ 100 കൊല്ലാണ്. 300 കൊല്ലം ഇതില്ല എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാണ്. സഖാവി ഇമാം അത് പറഞ്ഞിട്ടുണ്ട്. അത് ഹലബി 1-ാം വാല്യമിൽ നോക്കേണ്ടതാ. ഹലബി എന്ന അദ്ദേഹത്തിന്റെ കിതാബാണ്. അതിൽ 1-ാം വാല്യത്തിൽ നോക്കിയാൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാ തുടങ്ങിയത്? മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന, മുളഫർ രാജ. ആളാരാണ്? ഹിർബൽ ഭരിച്ചവനാണ്, വൻ ധർമ്മിഷ്ഠൻ. അല്ലാതെ ധർമ്മം കൊടുക്കുന്ന ഒരാളെ അറിയാലോ. നമ്മുടെ ആളുകളൊക്കെ ചരിത്ര കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ ധർമ്മം കൊടുക്കുക, രാജാക്കന്മാരെ സോപ്പിട്ട് കൂടിയിട്ട് മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ അങ്ങനെ ചെയ്യും ചില രാജാക്കന്മാർ. പിന്നെ അതിന്റെ പേരിൽ വന്നതാണ്, അങ്ങനെ വന്നത്. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 ആട്, പൊരിക്കുന്നതാണ് കോഴിയും 10,000. തറവാമൂല്യ പറഞ്ഞതാണ്, അറിയില്ല. കോഴി പൊരിച്ചത്, ആട് ബിരിയാണി, കോഴിയുടെ ചിക്കൻ ചില്ലി ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കുന്നത്. അതുമാത്രമല്ല, 1,30,000 പാത്രത്തിലായി ഹലുവായുമുണ്ട്, ഓരോ തരം. അങ്ങനെ പാടിപ്പോണ്ട്. ആര് തുടങ്ങിയതാണെന്നറിയോ? ഷിയാക്കൾ തുടങ്ങിയതാണ്. ഷിയാക്കൾ തുടങ്ങണം. കാരണം ഷിയാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഷിയാക്കളാണ്. ചരിത്രം പരിശോധിച്ചു. അന്ന് മുസ്ലിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? അന്ന് സന്തോഷിപ്പിക്കണം. അതിന്റെ പേരിൽ ഷിയാക്കൾ, അതിൽ ഉബൈദിയാക്കൾ, അവരെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവർ വ്യഭിചാരം ഹലാലാന്ന് പറഞ്ഞവരാണ്. അവരധികവും നിരീശ്വരവാദികളായിരുന്നു. ഇസ്ലാമിന്റെ ചേരിലും ചൊറുക്കിലും നടന്നിട്ട് നിരീശ്വരവാദത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന ആളുകളായിരുന്നു. അവര് കള്ളന്മാരായിരുന്നു, മോശക്കാരായിരുന്നു. ഉബൈദിയാക്കള് കുറെ പിൽക്കാലത്ത് വന്നാണ് ഉബൈദ്. അതിന്റെ മുമ്പ് ഇവരിങ്ങനെ തിന്മകളിൽ അറിയപ്പെടാൻ തുടങ്ങിയപ്പോ അവരെന്നെ പേര് മാറ്റിയിട്ട് ഫാത്തിമിയ എന്നവരുടെ പേര് വെച്ചു. ഫാത്തിമിയാക്കൾ, ഫാത്തിമാരാണ് നബിന്റെ മകളാണ്. നബിന്റെ മകളെ പേര് വെച്ചിട്ടാണ് ആ ചരിത്രം അറിയപ്പെടുന്നത്. അപ്പൊ ഫാത്തിമിയാക്കളിൽ വന്നിട്ടുള്ള ഉബൈദിയാക്കളുടെ ചരിത്രത്തിലേക്കാണ് മൗലിദ് നടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ നെപ്പോളിയനൊക്കെ ഉണ്ടാവും, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന, അവരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ആ കാലഘട്ടം അവരൊക്കെ ഭരണകാലത്തൊക്കെ ഇത് വല്ലാതെ രാജാക്കന്മാർ ആഘോഷിച്ചിരുന്നു, നബിയുടെ ദിനം പറഞ്ഞിട്ട്. അതിനൊക്കെ പിന്തുണ കൊടുത്തത് ഷിയാക്കളാണ്. അപ്പൊ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അന്ന് എന്താ വേണ്ടത്? അന്ന് നബി ജനിച്ചതില് അല്ലെങ്കിൽ നബി മരിച്ചതില് നമ്മളൊക്കെ സന്തോഷിക്കണം. അങ്ങനെ പറഞ്ഞ ഒരു മുസ്ലിം കേൾക്കുവോ? നിങ്ങൾ നബി മരിച്ചതിന് എല്ലാരും പാടെ സന്തോഷിച്ചോളി പറഞ്ഞാൽ കേൾക്കുവോ? അത് ഷിയാക്കളുടെ ആദർശാണ്. അപ്പൊ എന്ത് ചെയ്യാ? പതുക്കെ അന്ന് നബി ജനിച്ചു എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് അന്ന് എല്ലാരും പൂരവും പാട്ടും DJ പാർട്ടിയും ദഫുമുട്ടൊക്കെ ആയിട്ടാണ് പൊലിവിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കതൊന്നും പാടില്ല. അള്ളാഹ് പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹനെ ഇഖ്ലാസോടുകൂടെ ആരാധിക്കാനാണ്. അള്ളാഹനെ ആരാധിക്കുന്നതിൽ പാട്ടില്ല, ബെയ്ത്തില്ല, ദഫില്ല, DJ പാട്ടില്ല, ഒന്നുമില്ല.
ഇസ്ലാമിന്റെ ആരാധന പ്രത്യേകത. ഇസ്ലാമിന്റെ ആരാധനയിൽ മാത്രമാണ് മ്യൂസിക്കും കൊട്ടും പാട്ടും ഇല്ലാത്തത്. ലോകത്ത് നിങ്ങൾ എല്ലാവരും ആരാധന എടുത്ത് നോക്കി. സിഖ് മതം, ജൈനമതം, ക്രിസ്തു മതം, ഹിന്ദു മതം, അല്ലെങ്കിൽ ഹിന്ദു ദർശനം, ഏതെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കി, അവിടെയൊക്കെ അവരുടെ ദൈവാരാധനയുടെ കൂടെ കൊട്ടുകൾ ഉണ്ടാവും, ധുണി ഉണ്ടാവും, മദ്ദലുണ്ടാവും, പീപ്പി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. സിഖ് മതക്കാര് ഏത് സിഖിന്റെ ഗുരുദ്വാരകൾ പോയി നോക്കി അവിടെയൊക്കെ ഉണ്ടാവും. ക്രിസ്ത്യാനികൾക്ക് പാട്ട് വളരെ പ്രധാനമാണ്. എന്നാൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഗതി, ഇസ്ലാമിന്റെ ഒരു ആരാധനയിലും പാട്ടും പെയ്ത്തും കൂത്താട്ടും ഇല്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ ദഫില്ല, ധുടിയില്ല, ചെണ്ടയില്ല, ഒന്നുമില്ല, എവിടെയില്ല. അത് പണ്ട് ഹജ്ജിന് പോലും അങ്ങനെ വന്നിരുന്നു. ചെണ്ടയൊക്കെ മുട്ടിയിട്ട് വന്നിരുന്നു. അത് വിലക്കിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഒരു ആരാധന പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഒക്കെ എന്താ, ഇപ്പൊ ആലോചിച്ച് ദഫ് മുട്ടുക, ഈ ബൂസിരി, ബുറുദ ആസ്വാദനം, ഒന്നിനാത്രം തലയെക്കെട്ട് കെട്ടിയ മൊയ്ലിയന്മാര് സ്റ്റേജുമൊപ്പം പോയിരുന്നിട്ട് ഇങ്ങനെ മുട്ടിപ്പാടുക, ആസ്വാദനത്തിന് ആളുകളുണ്ടാവും. അപ്പൊ ഇസ്ലാമിക ഇബാദത്ത് ആസ്വാദനമല്ല. അതിന് തന്നെ മനസ്സിലാക്കുക, ഇതൊന്നും ശരിയല്ല. അപ്പൊ മുട്ടും കൊട്ടും തട്ടും പാട്ടുമുള്ള ഒരു ഇബാദത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മൗലൂദും അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ കഥാപ്രസംഗം മോഡല്, കുറെ പാടുക, കുറെ പറയാ, എന്നിട്ട് രാത്രിയോ വലിയ പ്രശ്നങ്ങളാണ്. മൈക്കൊക്കെ വലിയ പ്രശ്ന, ബാങ്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് രാത്രി ആയാല് ഓരോ മൊയ്ലിയന്മാരെ രീതി ഇങ്ങനെ കേൾക്കേണ്ട ഗതികേട് ബാക്കിയുള്ളവർക്ക് വരിക. പാടാൻ അറിയോ, എന്നാൽ നല്ലൊരു പാട്ടാണെങ്കിൽ കേട്ടിരിക്കാം, അതും പറ്റൂല. മൊയ്ലിയരെ രീതികളൊക്കെ പുറത്തു വരുന്ന സമയമാണ്. ഇതൊക്കെ ആരുണ്ടാക്കി? അതൊക്കെ നബിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. വെറുതെ പള്ളിക്ക് ഇരുന്ന് പാടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പാടിക്കോട്ടെ നോക്കാം. അതുകൊണ്ട് എല്ലാ കാര്യവും നബി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിൻ അൽ ഹറാമു ബയ്യിൻ, വ്യക്തമായിട്ട് ഹറാം ഇന്നതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഹലാൽ ഇന്നതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഉമൂറും മുതശാബിഹ, നിങ്ങൾക്ക് തിരിച്ചറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണം, എന്താണ് നിലപാട്? തിരിച്ചറിയാത്ത കാര്യത്തിൽ, വ്യക്തമല്ലാത്ത കാര്യത്തിൽ നിലപാട് എന്താണ്? ആരെങ്കിലും അതിർത്തിക്കുള്ളിൽ തന്റെ ആടിനെ കൊണ്ടുപോയി മേഞ്ഞാൽ അത് അതിർത്തിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. വളച്ചെട്ടിയൊരു വെയിലാണ്, കൃഷി വളച്ചു കെട്ടിയിട്ടുണ്ട്. ആടിനെ മേക്കുമ്പോ കുറച്ച് വിട്ട് മേക്കുക, അതിന്റെ വക്കത്ത് കൂടെ കൊണ്ടുപോയാൽ ചിലപ്പോൾ അതിന് തിന്നാൻ സാധ്യതയുണ്ട്, അതിലേക്ക് ചാടാൻ സാധ്യത. കിണറിന് ചുറ്റുഭാഗം വേലി കെട്ടിയിട്ടുണ്ട്, കുറച്ച് ഒഴിഞ്ഞു നടക്കുക, അടുത്തേക്ക് പോണ്ടാന്ന്, കുറച്ച് ഒഴിഞ്ഞു നടക്കുക. അത്രയും സൂക്ഷ്മത അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം, കൃത്യമായിട്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ഖുതുബയിലും നബി നിങ്ങൾ പഠിപ്പിച്ച അതാണ്. എല്ലാ ബിദ്അത്തും വഴികട. ബിദ്അത്ത് പറഞ്ഞാല് നബിന്റെ ശേഷം ഈ ദീനിൽ എന്തെങ്കിലും ഒന്നുണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണെന്ന്. അതുകൊണ്ട് ഒരു ശക്തമായ നിലപാടിലൂടെ മുന്നോട്ട് പോകണം. ഒരു അയഞ്ഞാങ്കോഞ്ഞ നിലപാട് ഉണ്ടാവാൻ പാടില്ല. അതൊരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിം അങ്ങനെയാണ്, അവനൊരു നിലപാടുണ്ടാവണം, അവനൊരു ഉറപ്പുണ്ടാവണം, ഒരു കൽബുറപ്പും മനസ്സുറപ്പും ഒരു നിലപാടൊക്കെ ഉള്ള ആളാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാം ഇങ്ങനെ ആടിക്കഴിഞ്ഞ് അതാണെങ്കിൽ അതും ഇതാണെങ്കിൽ ഇതും അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. അൽ മുസ്ലിം അല്ലെങ്കിൽ അൽ മുഅ്മിൻ കയ്യിസുൻ ഫത്തിൻ എന്നാണ്. അവൻ കയ്യിസ, കയ്യിസ് കേട്ടില്ലേ? കോയിസ് അല്ലേ അറബിയാണ്, കോയിസ്. കൈഫൽ ഹാൽ? കോയിസ്. കയ്യിസ് എന്നാണ് നിലപാട്. കയ്യിസ് ബുദ്ധിമാൻ, നല്ലവൻ, ഫത്തിൻ കൂർമ്മ ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ആലോചിക്കണം, പഠിക്കണം, ചിന്തിക്കണം, ദീനിൽ അടിയുറച്ച് നിൽക്കണം, മുഖ്ലിസ്, അതിൽ ഇഖ്ലാസ് ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഈ നബിദിനം ഒക്കെ ആവുമ്പോൾ വിവരമുള്ളവരും ഇല്ലാത്തവരും ഒരുപാട് സംഗതികൾ, ചില ഖുർആന്റെ ആയത്ത്, ചില ഹദീസുകൾ ഒക്കെ ഇങ്ങനെ അയച്ചു തരും. അപ്പൊ നമുക്കിത് നബിദിനത്തിന് തെളിവല്ലേ, ഇത് വെച്ച് നമുക്ക് നബിദിനം ആഘോഷിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ പിന്നൊരു ഖുതുബയിൽ നമുക്ക് സൂചിപ്പിക്കാം.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اشف أمراضنا ومرضى المسلمين. اللهم اشف أمراضنا ومرضى المسلمين. اللهم اشف أمراضنا ومرضى المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.